Good morning. Today we are going to talk about basic terms related to labor. Outworkers. Outworkers are workers who work outside the factory premises on behalf of the concern. They are of two types. Workers who are on the payroll of the factory. Workers who are sent to site or customers' premises or residences to perform some special work. Second one, workers who are not on the payroll of the factory. Workers who perform same portion of the work at their homes using their own tools or with the tools supplied by the concern. അതായത് ഒരു ഫാക്ടറിക്ക് വേണ്ടി ഫാക്ടറിയുടെ ഔട്ട്സൈഡിൽ കസ്റ്റമേഴ്സിൻ്റെ വർക്ക് പൂർത്തീകരിച്ച് കൊടുക്കുന്ന വർക്കേഴ്സിനെയാണ് ഔട്ട് വർക്കേഴ്സ് എന്ന് ഉദ്ദേശിക്കുക. അത് പ്രധാനമായിട്ടും ഫാക്ടറിയുടെ പേറോളിൽ ഉള്ള വർക്കേഴ്സുമാകാം, ഫാക്ടറിയുടെ പേറോളിൽ ഇല്ലാത്ത വർക്കേഴ്സും ആകാം. ഫാക്ടറിയുടെ പേറോളിലുള്ള വർക്കേഴ്സ് ഫാക്ടറിക്ക് വേണ്ടി കസ്റ്റമേഴ്സിൻ്റെ പ്രമിസസിലെത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള വർക്ക് പൂർത്തീകരിച്ചു കൊടുക്കുന്നു. പലപ്പോഴും പലതരത്തിലുള്ള റിപ്പയറിംഗ് വർക്കുകൾ, സാനിറ്ററി വർക്കുകളൊക്കെ അതിൻ്റെ ഭാഗമാകാം. എന്നാൽ പേറോളിലില്ലാത്ത വർക്കേഴ്സിൻ്റെ പ്രമിസസിൽ ഫാക്ടറിക്ക് വേണ്ടി വർക്ക് പൂർത്തീകരിച്ച് നൽകുന്ന പ്രക്രിയയാണ്. അപ്പോൾ വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ്, അനുബന്ധ ഐറ്റംസ് വർക്കേഴ്സിൻ്റെ പ്ലേസിൽ ഫാക്ടറി സപ്ലൈ ചെയ്യുന്ന രീതിയുമായിരിക്കും ഇവിടെ സ്വീകരിക്കുക. കാഷ്വൽ വർക്കേഴ്സ്. Casual workers are workers who are employed casually or on purely temporary basis. They are employed either daily or for short periods when there is some extra work or urgent work in the factory. They are called casual workers as they are not the regular workers of the factory. ടെമ്പററി വർക്കേഴ്സിനാണ് കാഷ്വൽ വർക്കേഴ്സ് എന്ന് പറയുക. കമ്പനിയിൽ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്ട്രാ വർക്ക് ഉണ്ടാവുകയോ അർജൻറ്റ് വർക്ക് ആവശ്യമായി വരികയോ ചെയ്യുന്ന സാഹചര്യത്തിൽ താൽക്കാലികമായിട്ട് നിയമിക്കപ്പെടുന്ന വർക്കേഴ്സാണ് കാഷ്വൽ വർക്കേഴ്സ് എന്ന് പറയുക. അവരുടെ വർക്ക് ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിൽ അത് ഡയറക്റ്റ് വേജസിൻ്റെ കാറ്റഗറിയിലും, ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ അത് ഫാക്ടറിയുടെ ഓവർഹെഡ് ആയിട്ടുമാണ് പരിഗണിക്കപ്പെടുക. ടൈം സ്റ്റഡി. ടൈം സ്റ്റഡി ഈസ് എ ടെക്നിക് used to measure the time that may be taken by a worker of reasonable skill and ability to perform a job. The time study is conducted with the help of stopwatch. Motion study. Motion study is a technique which involves close observation of the movements of the body and limbs required to perform a job. It helps to eliminate wasteful motion and to determine the best way of doing a job. Learning curve. Learning curve is a curve or chart formed which shows that efficiency and output increase in a constant proportion to repetitive work, experience and skill of the workers. വർക്കേഴ്സ് റെപ്പിറ്റേറ്റീവായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവിടെ വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി കൂടുകയും
ഔട്ട്പുട്ട് കൂടുകയും ചെയ്യുന്ന രീതി കാണാറുണ്ട്. ആയതിനാൽ അവർക്ക് തെറ്റുകൾ കുറയാനും സമയം ലാഭിക്കാനും അത് സഹായകമാകുന്നുമുണ്ട്. ഇങ്ങനെ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള വർക്കിലൂടെ വർക്കേഴ്സിന് കൂടുതൽ എക്സ്പീരിയൻസും അവരുടെ സ്കില്ലും ഉപയോഗിച്ചുകൊണ്ട് എഫിഷ്യൻസി കൂട്ടാനും ഔട്ട്പുട്ട് കൂട്ടാനും കാരണമാകുന്നു. അങ്ങനെയുള്ള അവരുടെ ഓപ്പറേഷൻസിൻ്റെ ഒരു കർവിനെയാണ് ലേണിംഗ് കർവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. Job evaluation. Job evaluation is the process of determining the relative worth of different categories of jobs for the fixation of labor remuneration. This is necessitated due to difference in the value of different jobs. International Labour Organization defines job evaluation as the process of determining the relative worth of various jobs within the organization so that different wages may be paid to jobs of different worth or different value produced. ഓരോ ജോബിൻ്റെയും വർത്ത് എത്രമാത്രമുണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയെയാണ് ജോബ് ഇവാലുവേഷൻ എന്ന് പറയുക. അങ്ങനെ ഒരു ഫാക്ടറിയിൽ വ്യത്യസ്തമായിട്ടുള്ള ജോബുകൾ ഉണ്ടാകാം. ആ ജോബിൻ്റെ വർത്തിൻ്റെ അടിസ്ഥാനത്തിൽ റെമ്യൂണറേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ജോബ് ഇവാലുവേഷൻ നടത്തുക. ജോബ് അനാലിസിസ്. Job analysis is the process of analysis of the qualities, skills, qualifications and experience required by workers for performing specific job. Job analysis is a process of collecting and analyzing relevant facts of a job with a view to select and place the most suitable person to perform the job. According to Flippo, job analysis is the process of studying and collecting information relating to the operations and responsibilities of a specific job. ഓരോ ജോബിൻ്റെയും പ്രത്യേകതകൾ എന്താണ്, അതിനെന്തൊക്കെ സ്കിൽസാണ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അത് പെർഫോം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സ്കില്ലും ക്വാളിഫിക്കേഷൻസും ക്വാളിറ്റീസും എക്സ്പീരിയൻസുമുള്ള ആളെ ഉപയോഗിച്ച് ആ ജോബ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ജോബ് അനാലിസിസ് നടത്തുക. ജോബ് എൻറിച്ച്മെൻറ്റ് ഈസ് എ non-financial technique of motivating the employees by designing jobs in such a way as to build in the opportunity for achievement, recognition and personal growth of the employees. In order to motivate employees, the job itself must provide opportunities for achievement, recognition, responsibility, advancement and growth. Job enrichment may be defined as an attempt to design jobs in such a way as to build in the opportunity for achievement, recognition, responsibility and personal growth. ഇതൊരു നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റിംഗ് ടെക്നിക്കാണ്. അപ്പോൾ വർക്കേഴ്സിന് അഥവാ എംപ്ലോയീസിന് സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിലൂടെ അവർക്ക് അച്ചീവ്മെൻറ്റിനും റിക്കഗ്നിഷനും
അതിലൂടെ സ്ഥാപനത്തോട് അവർക്ക് കൂടുതൽ പ്രതിബദ്ധത ഉണ്ടാകുന്നതിനുമൊക്കെയുള്ള അവസരം ക്രമീകരിക്കുന്ന രീതിയാണ് ജോബ് എൻറിച്ച്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. മെറിറ്റ് റേറ്റിംഗ്. മെറിറ്റ് റേറ്റിംഗ് is the rating or grading the workers on the basis of their merit to treat them differently in remunerating them. It is the valuation of the merit of the workers and their classification on its basis. It is a systematic appraisal of the employee's personality, traits, skill, experience and performance on the basis of which jobs are designed to determine their contribution and relative worth to the firm. The factors commonly used for merit rating are quantity of work, quality of work, initiative and effort, sense of responsibility, experience, skill, knowledge and aptitude for the work, cooperation, honesty and integrity, discipline, attendance and regularity, sense of judgment, extraordinary personal characteristics.